സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഗാമിസ് ആണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവർ ആയിട്ട് ഇരിക്കല്ലേ, എക്സാമിന് റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്നലെ ലൈവില് ഡിസ്കസ് ചെയ്തപ്പം, ലൈവില് മിനി മാരത്തോൺ നമ്മൾ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നപ്പം എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു, മിസ്സേ ഫുൾ ചാപ്റ്റർ MCQ അതേപോലെ തന്നെ മാച്ച് ദ ഫോളോവിംഗ് ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പൊ ഇന്ന് നമ്മളതാണ് ഈ ഒരു കോണ്ടന്റിൽ എടുക്കുന്നത്. മാച്ച് ദ ഫോളോവിങ്ങും അതേപോലെ തന്നെ എല്ലാ ചാപ്റ്റർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQ ആണ് മിസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ മക്കളെ, ആൻസേഴ്സും ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫേമസ് സ്പീച്ച് ആയ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആരുമായിട്ട് അസോസിയേറ്റഡ് ആണെന്നാണ് ചോദിക്കുന്നത്. ജവഹർലാൽ നെഹ്റുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതേപോലെ തന്നെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആസ് പെർ ദ മൗണ്ട് ബാറ്റൻ പ്ലാൻ, മുഹമ്മദ് അലി ജിന്ന പ്രപ്പോസ്ഡ് എ പ്ലാൻ ഓഫ് ടു നാഷൻ തിയറി, സെപ്പറേറ്റ് എ കൺട്രി ഫോർ മുസ്ലിംസ്. അപ്പം പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആസ് പെർ പാർട്ട് ഓഫ് ഏതിലൂടെയാണ് നമ്മൾ ഇന്ത്യ പാർട്ടീഷനിലേക്ക് വന്നത്? മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുടെ ടു നാഷൻ തിയറി അല്ലേ. അതേപോലെ തന്നെ ഫ്രണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇന്ത്യയുടെ അയൺ മാൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്തത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഫസൽ അലി. അതുകൊണ്ട് തന്നെ ഫസൽ അലി കമ്മീഷൻ എന്ന് ഇത് അറിയപ്പെടാറുണ്ട്. ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിന്റെ ക്രിയേഷനുമായി ആ ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ എഫേർട്ട് എടുത്ത വ്യക്തി ആരായിരുന്നു? പോറ്റി ശ്രീരാമലു. മിസ് ഇവിടെ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ മലയാളത്തിൽ മിസ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, മലയാളത്തിലുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആസ് പെർ ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1956, 1986 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിൽ എത്ര സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു എന്നാണ്? 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറിയാണ് നമ്മൾ രൂപീകരിച്ചത്. ഡാഷ് വാസ് എ പാർട്ട് ഓഫ് ഇന്ത്യ ടു ഹോൾഡ് ഇലക്ഷൻ, അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിലൂടെ ഇന്ത്യയിൽ ഇലക്ഷൻ നടന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. അതേപോലെ തന്നെ ടു നാഷൻ തിയറി കൊണ്ടുവന്ന പൊളിറ്റിക്കൽ പാർട്ടി ഏതായിരുന്നു? മുസ്ലിം ലീഗാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് മാച്ച് ദ ഫോളോവിങ് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും. സോ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലൂ, അതേപോലെ പിങ്ക് നമ്മൾ ചൂസ് ചെയ്തു, ആൻഡ് ഒരു ബ്ലൂ നമുക്ക് സെറ്റ് ചെയ്യാം, ആൻഡ് യെല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിട്ട് കണക്ട് ചെയ്തത് ഏതാണ്? നമ്മുടെ റാം മനോഹർ ലോഹിയാണ്. അടുത്തത് ഭാരതീയ ജനസംഘ് ആരാ? ദീൻ ദയാൽ ഉപാധ്യായ. ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, അപ്പം ഇവിടെ 3 മാർക്കിന്റെ മാച്ച് ദ ഫോളോവിംഗ് ആണ് നമ്മൾ നോക്കിയത്. അടുത്ത മാച്ച് ദ ഫോളോവിംഗ് നമുക്ക് നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ, നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷൻ ഏതാണ്? അതിന്റെ പേര് ഇപ്പൊ നീതി ആയോഗ് എന്നാക്കിയില്ലേ. ആൻഡ് ബോംബെ പ്ലാൻ ആണ് നമ്മുടെ ഏത്? യെസ്, നമ്മുടെ പ്ലാൻഡ് എക്കോണമി, പ്രപ്പോസ് ഫോർ പ്ലാൻഡ് എക്കോണമി. അടുത്തത് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയാണ് ചോദിക്കുന്നത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി എന്താണ്? ഒരിക്കലും ആദ്യം ഉപയോഗിക്കില്ല എന്നായിരുന്നു ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി. ഷിംല എഗ്രിമെന്റ് ആര് തമ്മിലാണ് മക്കളെ ഒപ്പുവെച്ചത്? ഇന്ത്യ പാക് റിലേഷൻ ആണ്, ഇന്ത്യ പാക് ആണ്. അടുത്തത് ബെൽഗ്രേഡ് കോൺഫറൻസ്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് അവിടെയായിരുന്നു. അതേപോലെ തന്നെ അടുത്തത് ദലൈലാമ, ടിബറ്റിലെ സ്പിരിച്വൽ ലീഡർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് നമുക്ക് പോകാം. ജയ് ജവാൻ ജയ് കിസാൻ ആരുടേതാണ്? ആരാണത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത്? നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് പറഞ്ഞത് അല്ലേ. അടുത്തത് ഗരീബി ഹട്ടാവോയോ? ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ മാച്ച് ദ ഫോളോവിങ്ങിലേക്കാണ് പോകുന്നത്. മാച്ച് ദ ഫോളോവിങ് അതേപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ നോക്കിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോടാ. ഓക്കെ, പിന്നെ നമ്മൾ പോകുന്ന ആയാറാം ഖയാറാം, അത് പറഞ്ഞത് ആരാണ്? ആയാറാം ഖയാംറാം എന്ന് പറഞ്ഞിട്ടുണ്ടായത് അതാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്ക് നോക്കാം. ആയാറാം ഖയാറാം ഏതാണ്? കൂറുമാറ്റം അഥവാ ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഏതുമായിട്ടാണ്? ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് നോൺ കോൺഗ്രസിസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നോൺ കോൺഗ്രസിസം റാം മനോഹർ ലോഹിയാണ്. ആൻഡ് SPD ഗവൺമെന്റ് ആണ് മുന്നണികൾ അഥവാ കോയിലേഷൻ ഗവൺമെന്റ്. പിന്നെ നമ്മുടെ സിൻഡിക്കേറ്റ് ഗ്രൂപ്പ് ഓഫ് കോൺഗ്രസ് ലീഡറിൽ, അതായത് അവിടുത്തെ നമ്മുടെ തലമൂത്ത പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയില്ല, അവരെയാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സുന്ദർലാൽ ബഹുഗയുടെയായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? ഷിപ്കോ മൂവ്മെന്റ് ആണല്ലേ. ഷിപ്കോ മൂവ്മെന്റ്.
ചിപ്കോ മൂവ്മെന്റ് ആണ്. അതേപോലെ തന്നെ മേധാ പട്കറുമായി ബന്ധപ്പെട്ടത് ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ ആട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ മക്കളെ? സെറ്റ് അല്ലേ? വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ലൈവിൽ ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണെങ്കിൽ വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? കമന്റ് പറയണേ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം. മിസ് അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഒരു മിനിറ്റ് എടാ. യെസ്, ഓക്കെ, നർമ്മദ ബച്ചാവോ ആന്തോളൻ. അതേപോലെ തന്നെ അടുത്ത മാച്ച് ദ ഫോളോവിംഗിലേക്ക് നമ്മൾ പോവുകയാണ്. ചിപ്കോ മൂവ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് ചിപ്കോ മൂവ്മെന്റ്? സുന്ദർലാൽ ബഹുഗുണയാണ്. ബഹുജൻ പാർട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അത്രമാത്രം നമ്മൾ ഓർത്ത് വെക്കാറില്ല. ബഹുജൻ പാർട്ടി കൻഷിറാമാണ്. ദ്രാവിഡ മൂവ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. നാഷണൽ കോൺഫറൻസ് ഫറൂഖ് അബ്ദുള്ള. ഓക്കെ, അടുത്ത മാച്ച് ദ ഫോളോവിംഗിലേക്ക് നമുക്ക് പോകാം. ഹരിചന്ദ് സിംഗ് ലോങ്വാൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അകാലിദളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദിരാഗാന്ധി നമുക്കറിയാം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ആൻഡ് ലാൽ ഡങ്ക മിസോ നാഷണൽ ഫ്രണ്ട്. ദെൻ ഷെയ്ഖ് അബ്ദുള്ള പ്രൈം മിനിസ്റ്റർ ഓഫ് കാശ്മീർ. ഓക്കെ, അടുത്ത മാച്ച് ദ ഫോളോമിയിലേക്ക് നമ്മൾ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം ഒക്കെ. തമിഴ്നാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ദ്രാവിഡ മുന്നേറ്റ കഴകം അണ്ണാദുരൈ. അടുത്തത് മിസോറാം ഏതാണ്? മിസോറാം ഏതാണ് മക്കളെ? മിസോ നാഷണൽ ഫ്രണ്ട്. അതേപോലെ തന്നെ ലാൽ ഡങ്ക. ആൻഡ് പിന്നെ വരുന്നത് നാഗാലാൻഡ് ആണ്. നാഗാ നാഷണൽ കൗൺസിൽ അങ്കാമി സാപ്പു പിസോ. ആൻഡ് പഞ്ചാബ് അകാലിദൾ താരാ സിംഗ്. ഓക്കെ, അടുത്ത മാച്ച് ദ ഫോളോവിംഗിലേക്ക് പോകും. ഒരുപാട് മാച്ച് ദ ഫോളോവിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. 2 or 3 മാച്ച് ദ ഫോളോവിംഗ് ആണ് നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കാം. ആസാം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആസാം മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് ആണ്. തമിഴ്നാട് ആന്റി ഹിന്ദി അജിറ്റേഷൻ. മിസോറാം ഏതാണ്? മിസോറാം സക്സഷനിസ്റ്റ് മൂവ്മെന്റ്. പഞ്ചാബ് ഖലിസ്ഥാൻ. ഓക്കെ, അയ്യോ 2 കളറും ഒന്നായിപ്പോയി. ഓക്കെ, പഞ്ചാബ് ഖലിസ്ഥാൻ. അടുത്തത് മക്കളെ കുറച്ച് അബ്രിവേഷൻസ് ആണ്, അത് നമുക്ക് നോക്കാം. LTBT നമ്മളോട് ചോദിക്കുന്നതാണ്. LTBT എന്ന് പറയുന്നത് ഏതാണ്? ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ആണ്. NPT ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. SALT സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ട്രീറ്റി. STAT സ്റ്റാർട്ട് എന്ന് നമ്മൾ പറയും സ്ട്രാറ്റജിക് ആം റിഡക്ഷൻ ട്രീറ്റി. CTBT കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. ഇതിന്റെ പൂർണ്ണരൂപം എന്താന്നൊക്കെ ചോദിച്ച് പരീക്ഷയ്ക്ക് വരും. അടുത്ത നാമിന്റെ പൂർണ്ണരൂപം എന്താ? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. NIO ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ. NATO നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. USSR യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. പലപ്പോഴും നമ്മൾ USSR എന്ന് പറയാറുണ്ട്, പക്ഷെ ഇതിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടാറില്ല. ഇതാണ് അതിന്റെ പൂർണ്ണരൂപം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. മിഖായേൽ ഗോർബച്ചേവ് നമുക്കറിയാം, പെരസ്ട്രോയിക്ക് അദ്ദേഹം കൊണ്ടുവന്ന റിഫോംസ് ആണ്. ഷോക്ക് തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ മോഡലാണ്. റഷ്യ സോവിയറ്റ് യൂണിയന്റെ സക്സസർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ വാർസോ പാക്ട് USSR. ഓക്കെ, ക്ലിയർ. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഏതാണ്? ഫസ്റ്റ് ഗൾഫ് വാർ ആണ്. രണ്ടാമത്തത് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് അൽഖ്വയ്ദക്കെതിരെ നടന്ന മിലിറ്ററി ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഗ്ലോബൽ വാർ ഓൺ ടെറർ ആണ്. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ദ ഇറാഖ് ഇൻവേഷൻ ആണ്. ഓക്കെ, കളറിൽ ആ ഒരു ഗ്രീനും ഇതുമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റടാ. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? മറ്റേതൊരു പച്ച പോലത്തെ ഒരു കളറാണ്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം മക്കളെ. ഇവിടെ കുറച്ച് കൺട്രികൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആസിയാൻ രാജ്യങ്ങൾ ഏതൊക്കെയാ, സാർക്ക് രാജ്യങ്ങൾ ഏതൊക്കെയാന്നാണ് ചോദിക്കുന്നത്. മിസ് ഇവിടെ ഹൈലൈറ്റ് കൊടുക്കാം. ആസിയാന് ഒരു പച്ച കളർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ
സാർക്കിന് ഒരു പിങ്ക് കളറോട് കൊടുത്തിട്ടുണ്ട്. ആസിയാൻ രാജ്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. നമുക്ക് ആസിയാൻ സ്റ്റേറ്റുകൾ കൺട്രികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മലേഷ്യ ആസിയാനാണ്. മലേഷ്യ ആസിയാൻ. അതേപോലെ തന്നെ ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, ഇതൊക്കെ എന്താണ്? ആസിയാനാണ്. സാർക്ക് കൺട്രീസ് ആണ് മറ്റുള്ളവരൊക്കെ. ബംഗ്ലാദേശ്, നേപ്പാള്, ശ്രീലങ്ക, ഇതെല്ലാം എന്താണ്? സാർക്ക് രാജ്യങ്ങളാണ്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ മാച്ച് ദ ഫോളോവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. വിച്ച് വാസ് ഇവൻ ദ ഇൻസ്പയർ ദ ഫോർമേഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്പിറേഷൻ ആയത് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ബോൾഷെവിക് റെവല്യൂഷൻ ആണ്. ഹു വർ ദ ലീഡർ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡേഴ്സ് ആരൊക്കെയാണ്? AK ഗോപാലൻ, SA ഡാൻജെ, EMS നമ്പൂതിരിപ്പാട്, PC ജോഷി, അജയ് ഘോഷ്, P സുന്ദരയ്യ. ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഫസ്റ്റ് വന്നത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ്? കേരളയിലാണ്. അതേപോലെ കേരളയിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ദെൻ ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് കേരള ലിബറേഷൻ സ്ട്രഗിൾ. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നാണ് സ്പ്ലിറ്റ് സംഭവിച്ചത്? 1964. ആൻഡ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഫോം ചെയ്തതാണ്. അതെന്നാന്നാണ് ചോദിക്കുന്നത്. 1934. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ചീഫ് ഐഡിയോളജി ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആചാര്യ നരേന്ദ്രദേവ് ആണ്. അതിലെ ലീഡേഴ്സ് റാം മനോഹർ ലോഹിയ, അശോക് മേത്ത, ആചാര്യ നരേന്ദ്രദേവ്, ജയപ്രകാശ് നാരായൺ. അതേപോലെ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി 1936 ആരാണ് ഫൗണ്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ ആണ് രൂപീകരിച്ചത്. ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റേഴ്സിന് വരുന്നതാണ്. ചാപ്റ്റേഴ്സിന്റെ ഹെഡിങ് മിസ് ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് ചാപ്റ്റർ എന്നാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ഇത് എവിടെ നിന്നാണ് ഈ ഒരു പ്ലാനിംഗ് കമ്മീഷനിൽ 5 ഇയർ പ്ലാൻ അഡോപ്റ്റ് ചെയ്തത്? USSR എന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് KN രാജാണ്. അതിൽ പ്രയോറിറ്റി കൊടുത്തത് അഗ്രികൾച്ചറിനാണ്. ആൻഡ് 5 ഇയർ പ്ലാൻ നമ്മുടെ രാജ്യത്ത് എത്ര വർഷത്തേക്കാണ്? അടുത്ത 5 വർഷത്തേക്കുള്ള പ്ലാൻ ആയിരിക്കും അതിൽ തയ്യാറാക്കുക. സെക്കൻഡ് 5 ഇയർ പ്ലാനിലെ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇൻഡസ്ട്രിക്കാണ്. അതേപോലെ തന്നെ അത് തയ്യാറാക്കിയത് ആരാണ്? PC മഹൽനോബീസ് ആണ്. ദെൻ ഏത് ഗാന്ധിയനാണ് റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ പ്ലാനിങ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എംബസൈസ് ചെയ്തത് ഏത് ഗാന്ധിയനാണ്? JC കുമാരപ്പയാണ്. എക്കോണമി ഓഫ് പെർമനൻസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് JC കുമാരപ്പയാണ്. അതേപോലെ തന്നെ നമ്മുടെ Who was the Congress leader argued for keeping agriculture at the center of planning for India? അത് പറഞ്ഞത് ചൗധരി ചരൺ സിംഗ് ആണ്. അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദ പ്രൊമോഷൻ ഓഫ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് ഇന്റർനാഷണൽ പീസിനും സെക്യൂരിറ്റിനും പ്രൊമോട്ട് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 51 ഇന്നലെ മിസ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ ഫോറിൻ മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണ്. സ്പിരിച്വൽ ലീഡർ ഇന്ത്യയിലേക്ക് വന്ന 1956 ഇന്ത്യയിലേക്ക് വന്ന സ്പിരിച്വൽ ലീഡർ ദലൈലാമയാണ്. 1959 വന്നിട്ടുണ്ടായ വ്യക്തിന്റെ പേര് അത് നമ്മുടെ ടിബറ്റൻ സ്പിരിച്വൽ ലീഡർ ദലൈലാമ. ആൻഡ് ദലൈലാമ ഇന്ത്യയിൽ എവിടെയാണ് നിന്നത്? ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലായിരുന്നു. ആൻഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ചൈന വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെഹ്റുവിന് ശേഷം ഏത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് ചൈന വിസിറ്റ് ചെയ്തത്? രാജീവ് ഗാന്ധിയാണ്. നമ്മുടെ ഇന്ത്യ ചൈന വാർ നടക്കുമ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ VK കൃഷ്ണമേനോൻ. 1965 ഇന്ത്യ പാക് വാർ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെന്റ് വന്നിരുന്നു. ആ എഗ്രിമെന്റ് ആണ് താഷ്കന്റ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയുടെ തത്വം ഡോക്ട്രിൻ എന്താണ്? നോ ഫസ്റ്റ് യൂസ്, ഒരിക്കലും നമ്മൾ ആദ്യം ഉപയോഗിക്കരുത്. അടുത്തത് നമ്മുടെ നെഹ്റുവിനു ശേഷം ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ കൊണ്ടുവന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആഫ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. നോൺ കോൺഗ്രസിസം എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത് റാം മനോഹർ ലോഹിയാണ്. 1971 നോൺ കമ്മ്യൂണിസ്റ്റ് നോൺ കോൺഗ്രസിനെതിരെ ഒരു പാർട്ടി ഫോം ചെയ്തിരുന്നു. അതിന്റെ പേര് ഗ്രാൻഡ് അലയൻസ് എന്നാണ്. ഇന്ദിരാഗാന്ധി 1971 ഇലക്ഷന്റെ സമയത്ത് അവർ യൂസ് ചെയ്ത സ്ലോഗൻ എന്താന്ന് വെച്ചാൽ ഗരീബി ഹട്ടാവോ, റിമൂവ് പോവേർട്ടി എന്നതാണ് അവർ കൊണ്ടുവന്നത്. പ്രിവ്യൂ പേഴ്സി നിർത്തലാക്കിയത് ഏത് വർഷമാണ്? 1971 നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്.
അടുത്ത ചോദ്യം മക്കളെ, 1971 നമ്മൾ പറഞ്ഞു ഗരീബി ഹട്ടാവോ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടർ ആരാണ്? ചാരു മജുംദാർ ആണ്. ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ജയപ്രകാശ് നാരായൺ. ആൻഡ് നാഷണൽ വൈഡ് റെയിൽവേ സ്ട്രൈക്കിന്റെ ലീഡർ ജോർജ് ഫെർണാണ്ടസ് ആണ്. ആൻഡ് ഏത് കേസാണ് നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആണോ ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഏത് കേസായിരുന്നു? കേശവാനന്ദ ഭാരതി കേസാണ്. അതേപോലെ തന്നെ 1975 എമർജൻസി ഡിക്ലെയർ ചെയ്ത പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ് എന്നാണ് എമർജൻസി ഡിക്ലെയർ ചെയ്തത്? 1975 ജൂൺ 25 1977 ശേഷം നിലവിൽ വന്ന പൊളിറ്റിക്കൽ പാർട്ടി ജനതാ പാർട്ടിയാണ്. അവർ ഉപയോഗിച്ച സ്ലോഗൻ സേവ് ഡെമോക്രസി ആണ്. നോൺ കോൺഗ്രസ് ആയ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി. ഓക്കെ, ഷിപ്കോ മൂവ്മെന്റ് എവിടെയാണ് മക്കളെ നടക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ദളിത് പാന്തേഴ്സ് ഓർഗനൈസേഷൻ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ആന്റി അറാക്ക് മൂവ്മെന്റ് നടന്നത് ആന്ധ്രാപ്രദേശിലാണ്. അതേപോലെ തന്നെ ഏത് ഓർഗനൈസേഷൻ ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത്? മസൂർ കിസാൻ ശക്തി സങ്കേതനാണ്. ഏത് വർഷമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 2005 ഓക്കെ. ആൻഡ് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 1947 ഇന്ത്യയുമായിട്ട് ഹു വാസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ജമ്മു കാശ്മീർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ്സ് അസെഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയുമായിട്ട് അസെഷൻ ഒപ്പുവെച്ചത് ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയാണ്. ആൻഡ് കാശ്മീരി ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തത് കാശ്മീരിയറ്റ് എന്നാണ്. അതേപോലെ തന്നെ ഏത് മൂവ്മെന്റ് ആണ് ഏത് മൂവ്മെന്റ് കാരനാണ് ദ്രാവിഡാർ കഴകം രൂപപ്പെട്ടത്? ദ്രാവിഡിയൻ മൂവ്മെന്റ് കാരണമാണ്. അതിന്റെ ഫൗണ്ടർ EV രാമസ്വാമി നായിക്കറാണ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് 1925 നടത്തിയതും EV രാമസ്വാമി നായിക്കറാണ്. പെരിയാർ എന്നറിയപ്പെടുന്നതും അദ്ദേഹമായിരുന്നു. ആൻഡ് അടുത്തത് പഞ്ചാബ് സുബ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അകാലിദളാണ്. ആൻഡ് അവര് വേണമെന്ന് സിഖ് സ്റ്റേറ്റ് വേണമെന്ന് അവർ പറഞ്ഞു. ആ സ്റ്റേറ്റിന്റെ പേരെന്താണ്? ഖലിസ്ഥാൻ ആണ്. അതിന്റെ ഒരു ഖലിസ്ഥാൻ മൂവ്മെന്റ് ആണ് അവരതിനു വേണ്ടി നടത്തിയത്. മീസോ നാഷണൽ ഫ്രണ്ടിന്റെ ഫൗണ്ടർ ലാൽഡെങ്കയാണ്. നാഗാലാൻഡ് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നതിന്റെ ലീഡർ അങ്കാമി സാപ്പു പിസോ ആണ്. ആൻഡ് സിക്കിം നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞ ഖാസി ലെനുൻ ഡോർജി ആണ്. ആൻഡ് ഏത് വർഷമാണ് ഗോവ ഇൻ വിച്ച് ഗോവ ബിക്കം എ സ്റ്റേറ്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ സ്റ്റേറ്റ് ആയത് എന്നാണ്? 1987 ഓക്കെ. ആൻഡ് ഇനി നമ്മൾ സോവിയറ്റ് യൂണിയന്റെ ആ ഒരു റിലേറ്റ് ചെയ്തുള്ള ചാപ്റ്റേഴ്സിലേക്കാണ് വരുന്നത്. ക്യൂബൻ മിസൈൽ ക്രൈസിസിന്റെ സമയത്ത് സോവിയറ്റ് യൂണിയനിലെ ലീഡർ ആരായിരുന്നു? നികിത ക്രൂച്ചേവ് ആണ്. ആൻഡ് നമ്മുടെ ഹു വാസ് എ പ്രസിഡന്റ് ഓഫ് USA ആ സമയത്ത് USA അറ്റ് ദ ടൈം ഓഫ് ക്യൂബൻ മിസൈൽ ക്രൈസിസ്? ജോൺ എഫ് കെന്നഡി. ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോ ആയിരുന്നു അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആൻഡ് ആ സമയത്ത് നോൺ അലൈൻ മൂവ്മെന്റ് വന്നു, നമുക്കറിയാം. അത് എവിടെയാണ് അതിന്റെ കോൺഫറൻസ് നടന്നത്? ബാൻഡങ്ങിലാണ്. ഇന്തോനേഷ്യയിലെ ബാൻഡങ്ങിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് സബ്മിറ്റ് നടന്നത് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. അത് നമ്മൾ നോക്കില്ലേ തുടക്കത്തില്. അതേപോലെ തന്നെ ഏത് പ്രൈം മിനിസ്റ്ററാണ് ഇന്ത്യയിലെ ഏത് പ്രൈം മിനിസ്റ്ററാണ് ഇതിന്റെ നാമം രൂപീകരിക്കാൻ വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ആരാണ്? നെഹ്റു ആണ്. നാറ്റോ എന്നാണ് നിലവിൽ വന്നത്? 49 വാസോ പാക്ട് വന്നത് 55 നാറ്റോക്കെതിരെ US-ന്റെ മിലിറ്ററി അലയൻസ് ആയ നാറ്റോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നത്, കൗണ്ടർ അറ്റാക്ക് ആയി വന്നതാണ് വാസോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏത് ഓർഗനൈസേഷനാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി അവരായിട്ട് ഒരു ഇതുള്ളത്? ഏത് ഓർഗനൈസേഷനാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിട്ടുള്ള ഒരു പാട്രോണേജിൽ വന്നത്? നമ്മുടെ സൗത്ത് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. മിഡിൽ ഈസ്റ്റുമായിട്ടുണ്ടായിരുന്നത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. ആൻഡ് മദർ ഓഫ് ബാറ്റിൽ എന്ന് കുവൈറ്റിനെ വിളിച്ചത് ആരാണ്? ഹു ക്ലെയിം ദാറ്റ് ഫൈറ്റ് ഫോർ കുവൈറ്റ് വുഡ് ബി ദ മദർ ഓഫ് ബാറ്റിൽ? ആരാണ്? സദാം ഹുസൈൻ ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് ഗൾഫ് വാറിന്റെ സമയത്ത് US-ന്റെ പ്രസിഡന്റ് ആരാണ്? ജോർജ് W. ബുഷ് ആണ്. ആൻഡ് UN കോയിലേഷൻ ഫസ്റ്റ് ഗൾഫ് വാർ കമാൻഡർ ആരായിരുന്നു? നോർമാൻ ഷോക്കോഫ് ആണ്. അതേപോലെ തന്നെ US പ്രസിഡന്റ് ഹു നെയിൽ ദ ന്യൂ വേൾഡ് ഓർഡർ ഓൺ ദ ക്രൈസിസ് ഓഫ് പേർഷ്യൻ ഗൾഫ് ആരാണ്? ജോർജ് W. ബുഷ് ആണ്. UN ഓപ്പറേഷൻ ഗൾഫ് വാറിന് ഫസ്റ്റ് ഗൾഫ് വാറിന് UN വിളിച്ച പേര് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നാണ്. 2003 ദ US ലെഡ് മിലിറ്ററി ഓപ്പറേഷൻ ഇൻ ഇറാഖ്. 2003 ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തിയിരുന്നു. അതിന്റെ പേര് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്നാണ്. ഓക്കെ, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്നാണ് പറയുന്നത്. ആൻഡ് അടുത്തത് സൗത്ത്
ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാർക്ക് നിലവിൽ വന്നത് 1985 സാർക്കിന്റെ പൂർണ്ണരൂപം സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാഫ്റ്റന്റെ പൂർണ്ണരൂപം സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. അതേപോലെ അത് വന്നത് 2004 സാഫ്റ്റ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് സാഫ്റ്റ കെയിം ഇൻ ടു ഫോഴ്സ് 2006 അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് യുണൈറ്റഡ് നേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1945. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. UNDP പൂർണ്ണ രൂപമാണ് നമ്മളോട് ചോദിക്കുന്നത്. യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. UNEP യുണൈറ്റഡ് നാഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം 1972 ക്ലബ് ഓഫ് റോം പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്. അതിന്റെ പേരെന്താണ്? ലിമിറ്റ് ടു ഗ്രോത്ത് ആണ്. അതേപോലെ തന്നെ അവർ കോമൺ ഫ്യൂച്ചർ പബ്ലിഷ് ചെയ്ത വർഷം എന്നാണ് 1987. യുണൈറ്റഡ് നാഷൻ കോൺഫറൻസ് നടക്കുന്നുണ്ട് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ജൂൺ 1992 നടന്നത്. എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിക്കുന്നുണ്ട്. റിയോ ഡി ജനീറോ, ബ്രസീലിൽ. ഇതിന് വിളിക്കുന്ന പേരെന്താണ്? എർത്ത് സബ്മിറ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതേപോലെ 1997 കൊയോട്ടോ പ്രോട്ടോകോൾ വന്നു. ഇതിൽ എന്നാണ് ഇന്ത്യ സൈൻ ചെയ്തത്? 2002 ഓഗസ്റ്റിലാണ് ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് MCQവും അതേപോലെ തന്നെ മാച്ച് ദ ഫോളോവിങ് ഒക്കെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഐ ഹോപ്പ് എൻ്റെ മക്കൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതി വരാം. ഒരു പേടിയും കാര്യങ്ങളൊക്കെ വേണ്ട കേട്ടോ. നമുക്ക് സെറ്റാക്കാം. പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഇന്ന് രാത്രി നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ലൈവിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ ഓഫ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us, dears.